ഹലോ ഗൈസ്, വിജയ ലോക ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങളിതാ ഈ റൂമിൽ നിന്ന് പോവുകയാണ്. മറ്റു രണ്ടുപേരും പുറപ്പെട്ടിട്ട് അവർ ബരാമുള്ള പോയിട്ടാണ് റിട്ടേൺ നേരെ സോനാമാർഗ് വഴി സോജില പാസ് അങ്ങനെ പോകണത്. അപ്പോൾ എനിക്ക് ബരാമുള്ള പോകാൻ പ്ലാൻ ഇല്ല, അതുകൊണ്ട് ഞാനിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ലഡാക്കിലേക്ക് കടക്കും എന്ന് വിചാരിക്കാം. ഓക്കെ, സോജില പാസ് മെയിൻ സ്ഥലമായ സോജില പാസ് കടന്ന് നമ്മൾ ലഡാക്കിലേക്ക് കടക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കാഴ്ചകൾ എന്തൊക്കെയാവും എന്നൊക്കെ നമുക്കിന്ന് കണ്ടറിയാം. ഓക്കെ, അങ്ങനെ ഇതാ പുറപ്പെട്ട് റോഡിലേക്ക് ഇറങ്ങി. സമയം രാവിലെ 8:15 ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം. മറ്റേര് ബരാമുള്ള പോയി. ബരാമുള്ളയ്ക്ക് വലിയ താല്പര്യമില്ല. അവിടെ പിന്നെ ആ റീൽസ് എടുക്കാനും ആ ഫോട്ടോ എടുക്കാനൊക്കെയാണ്. അതെനിക്ക് പിന്നെ വലിയ താല്പര്യമില്ല അവിടെ പോകാനും. 53 കിലോമീറ്റർ പോകണം. എന്നിട്ട് വീണ്ടും റിട്ടേൺ ഇങ്ങോട്ട് തന്നെ സോനാമാർഗ് അങ്ങോട്ട് ആ റൂട്ട് വരണം. ഞാൻ പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ച്. അധികമൊന്നും വേണ്ടിയൊന്നുമില്ല, ഒരു 300 രൂപയ്ക്ക് വേണ്ടി വന്നുള്ളൂ. അതിൽ പെട്രോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫുള്ളാക്കി. ഇനി അതിനായിട്ട് ഇനി അവിടെ എവിടെയും കയറാൻ നിൽക്കണ്ടല്ലോ. എന്തായാലും ഇനി നമ്മുടെ സാധാ പരിപാടി ഇല്ലേ, 300-ന് 200-ന് അടിക്കല്ലേ, ആ പരിപാടി ഇല്ല. കൂടുതലും ഇനി ഫുള്ളാക്കൽ തന്നെയാണ്. ഓക്കെ ഓക്കെ. അവിടുന്ന് കുറച്ചങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. രാവിലത്തെ ഭക്ഷണം അതാണ് മെയിനാണ് നമുക്ക്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാവാം ഇനി. അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇങ്ങനെയുള്ള റൂട്ടിലൂടെയാണ് ഞങ്ങൾക്ക് പോകണത് കേട്ടോ. ഇത് ഏകദേശം ഒരു 80 കിലോമീറ്ററിനടുത്ത് ഇങ്ങനെ ഒരു റോഡാണ്, ഒറ്റവരി പാതയിലൂടെയാണ് പോണത്. നമുക്ക് ലേയിലേക്കുള്ളത് 380 കിലോമീറ്ററിനടുത്തുണ്ട്. അതിനിടയിൽ കാർഗിലുണ്ട്, ദ്രാസ് വില്ലേജ് ഉണ്ട്, സോനാമാർഗ് ഉണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ അതിനിടയിലുണ്ട്. സോജില പാസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൂടെയാണ് ഇത് പോകാനുള്ളത്. ലക്ഷ്യസ്ഥാനം ലഡാക്ക് എന്ന് തന്നെയാണ്. എന്തായാലും കാലാവസ്ഥ കുഴപ്പമില്ല, അതാണ് ഒരു ചെറിയൊരു സമാധാനം. ഒന്നും പറയാൻ പറ്റില്ല. ഇവിടുത്തെ കാലാവസ്ഥ എപ്പോൾ വേണമെങ്കിലും മാറാം. ഒരു ബസ് അവിടെ ഉണ്ട്, സ്ലോ ആകണം. ബസ്സിനെ ഓവർടേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ബ്ലോക്ക് ആകും. ബസ്സിനെ ഓവർടേക്ക് ചെയ്തു. അങ്ങനെ ഇതാ ഒരു മേൽപ്പാലത്തിൻ്റെ അതിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. കോഹിനൂർ ദബ്ബ ഒരു ബ്രിഡ്ജിൻ്റെ ഇവിടെ നല്ലൊരു അരുവി ഒഴുകുന്നുണ്ട്. ഇവിടെ തന്നെ ചെറിയ വെൽക്കം ടു മനികം ചിലപ്പോൾ ജില്ലയാവാം, ചിലപ്പോൾ ജില്ല തന്നെ ആവാം ചിലപ്പോൾ. അങ്ങനെ ഞാനിങ്ങനെ ഒന്ന് സൈഡാക്കി. ഇവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. കല്ലുകൾ നോക്കി, ഉരുണ്ട കല്ലുകൾ കുറേ ഉണ്ട് അവിടെയൊക്കെ. ഇവിടെ നിങ്ങട്ട് നടക്കാം, ഇവിടെ നിങ്ങട്ട് നടക്കാം. കലക്കവെള്ളമൊന്നുമല്ല. വരുന്ന വഴിയിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പ്രളയമൊക്കെ അല്ലേ ഇരുന്ന്, അതൊക്കെ കലക്കവെള്ളമായിരുന്നു. ഇത് അങ്ങനെ കലക്കവെള്ളമൊന്നുമല്ല, നല്ല വെള്ളമാണ്. ഇത് റോഡ് സൈഡിൽ ഞാൻ ഇങ്ങനെ കണ്ടപ്പോഴേ ജസ്റ്റ് ഒന്ന് സൈഡാക്കി. അങ്ങ് ലോങ്ങിൽ നേരെയാണ്. ദൂരെ നിന്ന് വരുന്നു, ഇങ്ങനെ പോകുന്നു.
ചെറിയ പൂക്കൾ നോക്ക്, നല്ല രസല്ലേ? കണ്ട നല്ല രസമുണ്ട്, ഒരുപാടുണ്ട് ഇവിടെ. അവർ എല്ലേ ആണല്ലോ, ലഡാക്കാണ്. ലഡാക്ക് രജിസ്ട്രേഷൻ വണ്ടിയാണല്ലോ. ചെറിയ തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഉച്ച നേരമാണ്, ഉച്ചയായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് സ്ഥിരമായി കാണുന്ന കാഴ്ച ഒട്ടുമിക്ക സ്ഥലത്തും സെക്യൂരിറ്റി ഫോഴ്സ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കാവൽ നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ വെയിലുണ്ട്, അതാണ് ഒരു സമാധാനം. വെയിലുണ്ടായിക്കോട്ടെ. മഴ പ്രശ്നമാണ്, 2-3 ദിവസം മഴ തന്നെയല്ലായിരുന്നു. ഈ റോഡൊന്നും കുഴപ്പമില്ല, ഈ റോഡൊക്കെ നല്ല റോഡാണ്. ഇത് കാർഗിലേക്കുള്ള റോഡാണിത്. ചിലരൊക്കെ ശ്രീനഗർ വന്നിട്ട് ബൈക്ക് റെൻറ്റിനെടുത്തിട്ട് അവിടുന്ന് ലഡാക്കിൽ പോകുന്നവരുണ്ട്. അപ്പോൾ നല്ല വ്യൂ ഒക്കെ കണ്ട സൈഡാക്കണം കേട്ടോ. ഇവിടുത്തെ കുറേ റൈഡേഴ്സ് എനിക്ക് തോന്നുന്നു അവർ ശ്രീനഗറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തോന്നുന്നു. നമുക്ക് സൈഡാക്കാം, നല്ലൊരു വ്യൂ കണ്ടിട്ട് പോവാം. വെള്ളത്തിൻ്റെ കളറും ഒക്കെ നല്ല വെള്ള കളറ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാം. റോഡൊക്കെ അടിപൊളി റോഡാട്ടോ. ഇവിടുത്തെ റോഡ് അടിപൊളിയാണ്. ഇവിടെ നല്ലൊരു ഏരിയ ആണ് കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് മുന്നോട്ട് നടന്ന് ഇവിടെ ഇതിൽ കൂടെ പോവാം. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തെന്നിയാൽ മതി, നമ്മൾ എഞ്ചിനും തവിട് പോയി. ഇത് വെള്ള കളറല്ലേ, നല്ല വൈറ്റ്. നിങ്ങൾക്കിത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ? നോക്കടാ, കഞ്ഞിവെള്ളം പോലെ അങ്ങനത്തെ വെള്ളമാണ് ഇവിടെ. ഈ ഒരു വെള്ളച്ചാട്ടം, ഈ ഒരു അരുവി. മറ്റേ മീൻ പിടിക്കുക തോന്നുന്നുണ്ട് കേട്ടോ. മീൻ കിട്ടിയാണോ? നേരത്തെ എന്തോ പിടിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന്. ഇതൊക്കെ നല്ലൊരു ഏരിയ അല്ലേ. വെള്ള കളറാണ് വെള്ളം. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് ഞാൻ പോവുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ദരാദുഡർ എന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇതൊരു വില്ലേജാണ് ദരാദുഡർ. അതായത് നമ്മൾ ശ്രീനഗറിൽ നിന്ന് സോനാമാർഗ് പോകുന്ന വഴിയിലാണ് ഈ ഒരു വെള്ളച്ചാട്ടവും, വെള്ളച്ചാട്ടമല്ല, ഒരു തടാകം, അരുവിയും ബ്രിഡ്ജും, ആ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തായിട്ട് കുറേ വീടുകളും അങ്ങനെ നല്ല വൈബുള്ള ഒരു അന്തരീക്ഷമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ലൊക്കേഷൻ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. ദരാദുഡർ അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. സോനമാർഗ് പോണ വഴി. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. സമയം 12 മണി. നല്ല ഏതായാലും വെയിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് സമാധാനം. ഓക്കെ, നമുക്ക് യാത്ര മുന്നോട്ട് പോവാം. അങ്ങനെ ഈ റൂട്ടിൽ നിന്ന്, ഈ റൂട്ട് തന്നെയാണ് നമ്മുടെ അമർനാഥ്. ആ യാത്രക്കാരുടെ വണ്ടികളും പോകുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ബസ്സാണ്. ഇത് പ്രൈവറ്റ് ബസ്സാണെന്ന് തോന്നുന്നു. അതെ, പ്രൈവറ്റ് ബസ്സാണ്. അങ്ങനെ ഒരു വില്ലേജ് ഏരിയ. ഇവിടെ കുറേ കടകൾ. ഓക്കെ, ഇവിടുന്ന് പോവാം. എടാ നോക്കടാ, റോഡ് സൈഡിൽ അടിപൊളി വ്യൂ.
നമുക്ക് ഏറ്റവും ടോപ്പിൽ നിന്നൊക്കെ വെള്ളം വരുന്നത്. എത്ര ഹൈറ്റിൽ നിന്നാണ് ആ വെള്ളം വരുന്നത്. അങ്ങോട്ടേക്കൊക്കെ വീടുകൾ. ഇതാ മറ്റേ നമ്മളെ ബ്രിഡ്ജ് കണ്ടില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് കടന്നിട്ട് വേറെ ബ്രിഡ്ജുകളൊക്കെ ഉണ്ട്. ഒക്കെ വില്ലേജ് ഏരിയയാണ്. അടിപൊളി. കാശ്മീർ താഴ്വരകളിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് കേരളത്തിൽ നിന്നും ഇതാ ഇവിടം വരെ. സൈഡിൽ ചോളാണ്, ചോളക്കൃഷി. പെട്രോൾ പമ്പൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഇതാ റോഡ് സൈഡിൽ ഈ കാണുന്നതൊക്കെ ആപ്പിളാണ് കേട്ടോ. ആപ്പിൾ മരങ്ങളാണ്. അതിൽ ഇഷ്ടംപോലെ ആപ്പിളും ഉണ്ടായിട്ടുണ്ട്. കണ്ട, ഇവിടെയൊക്കെ കണ്ട ആപ്പിൾ തോട്ടാണിത്. ഇഷ്ടം പോലെ ആപ്പിളുണ്ട്. ഒക്കെ പച്ചയാണ്. ഒന്ന് പാകമായി വരണുള്ളൂ. ഏകദേശം സെറ്റാവാറായി തോന്നുന്നു. കണ്ട, ഇതൊക്കെ ആപ്പിളാണ്. ആപ്പിൾ 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 ആപ്പിള് ഫുള്ള് ആപ്പിള് കഴിച്ചിട്ടുണ്ട് എന്നല്ല, പാകമായിട്ട് ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നോക്കിയാൽ ദൂരം അങ്ങോട്ട് മല അല്ലേ, എങ്ങോട്ട് നോക്കിയാലും മലയോരം. ഇവിടെ ഞാനൊരു ടൗണിലെത്തിയപ്പോൾ കണ്ടില്ല വലിയൊരു പള്ളി. ഫുള്ള് ഇഷ്ടികയായിട്ടാണ്. ഇവിടെ പിന്നെ കൂടുതൽ ഇഷ്ടികയായിട്ട് തന്നെയാണ് കൂടുതലും വർക്കുകളൊക്കെ, ബിൽഡിങ് വർക്കുകളൊക്കെ. വലിയൊരു പള്ളിയാണ് ഈ കാണുന്നത്. എന്താണ്, ഗുണ്ട് സോനാമാർഗ് അങ്ങനത്തെ സ്ഥലം തോന്നുന്നു. ഓക്കെ, അങ്ങനെ നല്ല തണുത്ത അന്തരീക്ഷത്തിലൂടെ ഇതാ ലേയിലേക്ക് 364 കിലോമീറ്റർ, കാർഗിൽ 138 കിലോമീറ്റർ, ദ്രാസ് 81. ദ്രാസ് എന്നുള്ള ഒരു വില്ലേജ് ഏരിയ ആണെന്നാണ് തോന്നുന്നത്. അതെ, വില്ലേജ് ഏരിയ ആണ്. അങ്ങനെ തണുപ്പുണ്ട് കേട്ടോ, തണുപ്പുണ്ട്. ആർമിയുടെ എന്താ മെയിൻ വണ്ടികളൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മെയിൻ ഉദ്യോഗസ്ഥരൊക്കെ ആവും. ഇന്ന് കാർഗിൽ വിജയ് ദിവസം അല്ലേ, അങ്ങനത്തെ അല്ലേ? അതെ, ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആവും. അല്ലെങ്കിൽ ഇവിടെ സ്ഥിരമാവും. പോവാ. 15 കിലോമീറ്റർ, കാർഗിൽ 135 കിലോമീറ്റർ, ലേ 360 കിലോമീറ്റർ. നല്ല തണുപ്പുണ്ട് എന്നല്ല, എന്നാലും തണുപ്പുണ്ട്. നോ സെൽഫോൺ യൂസ് വൈൽ ഡ്രൈവിംഗ്. ഞങ്ങൾക്ക് വേറെ ഡ്രൈവിംഗ്. സൈഡിലുള്ള വ്യൂ ഒക്കെ കണ്ടില്ലേ? ഏറ്റവും ടോപ്പിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നത് ഇവിടുന്ന് വരുന്നത്. ഏറ്റവും ടോപ്പിലൊക്കെ ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയ ടണലുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു വലിയൊരു ടണൽ, വലുതാണോ ചെറുതാണോ എന്നറിയില്ല. ഒരു ടണലുണ്ട്. എന്താ വ്യൂ! എനിക്ക് എന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു, മഴ ഇല്ലല്ലോ എന്നുള്ളൊരു ആശ്വാസം. അത് എനിക്ക് നന്നായിട്ടുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ വേറെ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ, തടസ്സങ്ങളൊക്കെ വരും. നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോഴേ എല്ലാം പ്രതീക്ഷിച്ചിട്ട് വേണം. അല്ലെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുള്ളതായിരിക്കും. പലതും നമ്മൾ പ്രതീക്ഷിച്ചിട്ടൊക്കെ വേണം പോകാൻ. അങ്ങനെ ഇതാ സോനാമാർഗ് ടണൽ കയറാൻ പോകുന്നു. വെൽക്കം സോനാമാർഗ് ടണൽ.
അങ്ങനെ ടണലിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലും തണുപ്പുണ്ടല്ലോ. മ്യൂസിക്കൊക്കെ ഞാൻ തന്നെ ഇടാം, അത് കോപ്പി റൈറ്റ് ഇല്ലല്ലോ. കുറേ നേരത്തെ ഓട്ടത്തിന് ശേഷം ടണൽ കഴിയാൻ പോകുന്നു. മുന്നിലൊരു ആർമിക്കാരുടെ വണ്ടിയുണ്ട്, അതുകൊണ്ടാണ് അവിടെ പ്രോബ്ലം. ഈ സൈഡിലൊക്കെ വെളുത്ത പൂക്കള് ഇവിടെ നിന്നുള്ള മേലെ കോട. കണ്ട റോഡുകളൊക്കെ കണ്ട. അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് ഡേഞ്ചറാണ്, അപ്പുറത്തേക്ക് വീഴാൻ അറിയും, അവിടെ മതിലൊന്നുമില്ല. റൂട്ട് കണ്ട എന്താ റൂട്ട്, സൂക്ഷിച്ച് പോകണം. പെട്ടെന്ന് ടേണിങ് വരും, നല്ല സ്പീഡിൽ പോകരുത്. അങ്ങനെ ഒരു റൂട്ടാണിത്. തണുപ്പുണ്ട്, വെയിലുണ്ട്, ഏറ്റവും മേലെ കോടുണ്ട്. എന്തായാലും സീനൊക്കെ നല്ല ക്ലിയറാണ്, അടിപൊളിയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക്, താഴത്ത് ഒരുപാട്
ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്, വീടുകളൊക്കെ തോന്നുന്നു. എന്താ ഇവിടുന്ന് ശ്രീനഗറിലേക്ക് 93 കിലോമീറ്റർ ആണ് കേട്ടോ. അതായത് നമ്മൾ 93 കിലോമീറ്റർ കഴിഞ്ഞ് വന്ന് ഇവിടെ എത്തി. തണുപ്പുണ്ടടാ, തണുപ്പ് തണുപ്പ്. തണുപ്പുണ്ട് തണുപ്പുണ്ട്. ഇവിടെ കണ്ടില്ലേ ഒരുപാട് വണ്ടികളൊക്കെ. ഇവിടെയാണ് അമർനാഥ് ആ ഒരു തീർത്ഥാടന കേന്ദ്രം ഉള്ളത്. ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. ഇവിടുന്ന് താഴത്ത് അവിടെ വേറെ റോഡുണ്ട്. ആ റോഡ് അങ്ങനെ പോയിട്ട് അങ്ങനെ എന്താ പറയുക, ഇതിനായിട്ടുള്ള ഓരോ പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അതിൻ്റെ ഉള്ളിൽ കടത്തി വിടുള്ളൂ. അങ്ങോട്ട് പോകാനായിട്ട് പ്രത്യേകം സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുന്ന് അങ്ങനെ പോയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും അവർക്കൊക്കെ. പിന്നെ അവിടെ നിന്ന് കുറേ നടന്നു പോകണമെന്ന് തോന്നുന്നു. ഇവിടെ കുറേ ആൾക്കാർ വെയിറ്റിങ്ങിലാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ റൂട്ട് പിടിക്കാം. അത് പ്രത്യേകം ബുക്ക് ചെയ്തിട്ടൊക്കെ പോകണം കേട്ടോ, ഇപ്പോൾ സീസണല്ലേ. അങ്ങനെ അമർനാഥ് ഞാൻ കുറച്ചും കൂടി മുന്നിലേക്ക് വന്നതാ. അവിടെയാണ് അമർനാഥ്. അവിടുന്ന് അങ്ങനെ റോഡ് അങ്ങനെ കണ്ടാ, വേറൊരു ലോകം അവിടെ. അവിടെ നിന്നുള്ള വ്യൂ നോക്ക്, മേലേക്ക് നോക്കി നോക്ക്. എന്താല്ലേ. ഓക്കേ, എന്തത്? അവിടെ നിന്നുള്ള വ്യൂ പൊലിച്ചിറങ്ങിയിട്ട് ഇങ്ങോട്ട് ഇവിടെയൊക്കെ റോഡ് കുറച്ച് മോശമാണ്, എന്നാലും അത്ര കുഴപ്പമില്ല. ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക്. താഴെ അമർനാഥ് ക്യാമ്പ്, മറ്റേ അങ്ങോട്ടേക്ക് പോകുന്ന റൂട്ടും. ഇനി ഇവിടെ ഈ റൂട്ടില്ലേ, ഇനി അങ്ങനെ മരങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവിടുന്ന് അങ്ങനെ കുറേ കഴിഞ്ഞാൽ മരങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ വെറും കുന്നും മലയും മാത്രമാവും. കുന്നും മലയും രണ്ടൊരർത്ഥമാണല്ലോ. ഓക്കെ, മുന്നോട്ട് പോവാ. അവിടെ നിന്നൊരു റൈഡേഴ്സ് വരുന്നുണ്ട്. അവരൊക്കെ ജമ്മു കാശ്മീർ തന്നെ. നമ്മുടെ കേരളത്തിലുള്ള റൈഡേഴ്സിനെ ആരും കണ്ടില്ലല്ലോ. ജമ്മു കാശ്മീരും ലഡാക്കും അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. എന്താ റോഡ്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. താഴത്തേക്ക് വീണാൽ പോയി. താഴത്തേക്ക് വീണാൽ അപ്പുറത്തേക്കൊക്കെ. ഇത് രണ്ട് ദിവസം 3 ദിവസമൊക്കെ മഴ ഉണ്ടായില്ലേ, അതിൻ്റെ ആവും. ഓ കഴിഞ്ഞ്.
ഇവിടെയൊക്കെ കുറച്ച് ചെളി തന്നെയാണ്. മഴ ഉണ്ടെങ്കിൽ ഇതിനും കൂടുതൽ സീനായേനെ. സൈഡിൽ കണ്ട ഒരു മതിൽ പോലും ഇല്ല. ബാലൻസ് ഒക്കെ തെറ്റി വണ്ടി അങ്ങോട്ട് പോയാൽ നേരെ താഴത്തേക്കാ. കഴിഞ്ഞ് അതോടെ കഴിഞ്ഞ്. അമർനാഥ് വരെ നല്ല റോഡൊക്കെ ആയിരുന്നു. ഇവിടുന്ന് പിന്നെ ഇത് മാറിയില്ലേ, ഇത് പിന്നെ അഡ്വഞ്ചർ റൂട്ടാണല്ലോ. മറ്റേത് യാത്ര അവിടെ തീർത്ഥാടന കേന്ദ്രത്തേക്കുള്ള ഫാമിലി അങ്ങനെ വലിയ വലിയ വണ്ടികളും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന റൂട്ടാണല്ലോ. അതിന് ശേഷം കുറേ ദൂരത ഇങ്ങനെ തന്നെയാണ് വഴിയിട്ട. ടാറിട്ട റോഡൊന്നുമല്ല, ഇങ്ങനെ കല്ല് പതിപ്പിച്ചിട്ട്, കട്ട പതിപ്പിച്ച റോഡാണ്. ചെറിയൊരു കുലുക്കത്തോടെയൊക്കെ ഇങ്ങനെ പോവാം. ഇവിടെ ഒന്നും ആർമി അങ്ങനെ സെക്യൂരിറ്റി ഫോഴ്സ് ഒന്നും ഇവിടെ നിൽക്കണില്ല. അമർനാഥ് വരെ ഭയങ്കര സെക്യൂരിറ്റിയാണ്, റോഡിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടുന്ന് അമർനാഥ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെയില്ല എന്നല്ല, തീരില്ല. ഇടയ്ക്കൊരു കാറ്റിങ്ങനെ വീശുന്നു, തണുത്ത കാറ്റ്. ഇപ്പം ഞാൻ മാത്രമേ ഈ റൂട്ടുള്ളൂ. കൂടുതലും ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളാണ് കൂടുതലും. അങ്ങോട്ട് പോണത് ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അമർനാഥ് വരെ പിന്നെ കൂടുതലും വണ്ടികളുണ്ടായിരുന്നു ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു റൂട്ട് ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ലഡാക്ക് എന്തോ ബന്ധാണെന്നൊക്കെ പറയണ കേട്ടു, എന്താണെന്നറിയില്ല. നമുക്ക് എന്തായാലും നമ്മൾ എവിടെ എത്തുന്നോ അവിടെ സ്റ്റേ ചെയ്യാം. എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം പോവാം. ഇവിടെ റോഡ് പണിക്കുള്ള കല്ലൊക്കെ ഇറക്കി, അവിടുന്ന് മണ്ണിടിഞ്ഞിട്ട് അങ്ങനെ സീനായിട്ട്. അവിടുന്ന് മേലിന്നൊക്കെ എന്തൊക്കെ ഒലിച്ച് ഇറങ്ങിക്കണോ ഇങ്ങോട്ട് താഴത്തേക്ക്. റോഡ് കണ്ട മക്കളെ, റോഡ് കണ്ട, നല്ല തെളിനീര് വെള്ളമൊക്കെ വരുന്നത് കണ്ട. നല്ല തണുത്ത വെള്ളമായിരിക്കും ഇത്. ഞാൻ പറഞ്ഞില്ലേ, മേലേക്ക് വരുന്തോറും മരങ്ങൾ ഇങ്ങനെ കുറഞ്ഞ് അങ്ങനെ കാണാതാവാതായി. ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റോഡ് ഇങ്ങനെ തന്നെയാണ്. ടാറിങ് അല്ല, ഇങ്ങനത്തെ കട്ട പതിച്ച റോഡുകളാണ്. മേലിന്ന് കല്ലൊക്കെ വീണിക്കണ് വേണ്ട. ഉയരം കൂടുന്തോറും തണുപ്പ് കൂടിക്കൂടി വരും. സോജില എത്താറായി എന്ന് വിചാരിക്കുന്നു. അതെ, സോജില ഏകദേശം എത്താറായി. പിന്നെ ഇത് ഇങ്ങനെയുള്ള വളവും തിരിവൊക്കെയല്ലേ, അത് കാരണം നമ്മൾ സ്ലോ ആവും. ഈ ഫ്രെയിം കുലുങ്ങി. ഐ ലവ് സോജില. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കുക. നമ്മൾ താഴത്തുനിന്ന് വന്നത്, താഴത്ത് അമർനാഥ്
അവധി കൂടെയൊക്കെ കയറ്റം കയറിയിട്ടാണ് ഇപ്പോൾ വന്നത്. അങ്ങനെ കയറി വന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ട് വണ്ടീൻ്റെ മേലെ ചെളി തെറിച്ചിട്ടുണ്ട്. എൻ്റെ ഷർട്ടിൻ്റെ അവിടെ തെറിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകണം. അങ്ങനെ ഇവിടുന്ന് പോവുകയാണ് സോജില പാസ്. നമുക്കിനി അതിർത്തി അടുക്കെത്തണം. പക്ഷെ കാലാവസ്ഥ പ്രശ്നമായാൽ എന്താകും, വൈകുന്നേരം ആയില്ലേ. അപ്പോൾ അതിനുള്ളിൽ നമുക്കതൊന്ന് കടക്കണം. നമുക്ക് സേഫായിട്ട് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം നോക്കണം. ബാംഗ്ലൂർ പോട്ടെ. ആംബുലൻസ് പോട്ടെ. ഈ എപ്പിസോഡ് ലെങ്ത് കൂടിയത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത പാർട്ട് അടുത്ത ദിവസം ഇടുന്നതായിരിക്കും.